കഴിഞ്ഞ തവണ CH മോഡും അക്ഷരങ്ങളും ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫയലിന്റെ പെർമിഷൻസ് മാറ്റുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഈ തവണ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ CH മോഡും സംഖ്യകളും ഉപയോഗിച്ച് ഒരു ഫയലിന്റെ പെർമിഷനകത്ത് മാറ്റം വരുത്താമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഖ്യകൾ ഏതാണെന്ന് മനസ്സിലാക്കണം. ഈ സംഖ്യകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണം. റീഡ് പെർമിഷനെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് 4, റൈറ്റ് പെർമിഷനെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് 2, എക്സിക്യൂട്ട് പെർമിഷനെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് 1, യാതൊരു പെർമിഷനും ഇല്ല എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ് 0. ഇത്രയുള്ള കാര്യം വളരെ എളുപ്പമാണ്. മാത്രമല്ല ഒന്നിൽ കൂടുതൽ പെർമിഷനുകളെയും നമുക്ക് ഒരു സംഖ്യ കൊണ്ട് സൂചിപ്പിക്കാൻ കഴിയുന്നതാണ്. അതും ഭയങ്കര എളുപ്പമാണ്. അതായത് ഇപ്പം റീഡ് പെർമിഷനെയും എക്സിക്യൂട്ട് പെർമിഷനെയും ഒരു സംഖ്യ കൊണ്ട് സൂചിപ്പിക്കണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതിന് ഇത്ര ചെയ്യേണ്ടതുള്ളൂ. രണ്ടിനെ സൂചിപ്പിക്കുന്ന നമ്പറുകൾ എടുക്കുക, അത് തമ്മിൽ കൂട്ടുക. അപ്പോൾ റീഡ് പെർമിഷനെയും എക്സിക്യൂട്ട് പെർമിഷനെയും ഒരു സംഖ്യ കൊണ്ട് സൂചിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? റീഡ് പെർമിഷനെ സൂചിപ്പിക്കുന്ന സംഖ്യയായ 4 ഇങ്ങോട്ട് എടുക്കുക, എക്സിക്യൂട്ട് പെർമിഷനെ സൂചിപ്പിക്കുന്ന സംഖ്യയായ 1 ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് പരസ്പരം കൂട്ടുക. അപ്പോൾ 4 1 എത്രയാണ്? 5 ആണ്. അപ്പോൾ റീഡ് പെർമിഷനെയും എക്സിക്യൂട്ട് പെർമിഷനെയും ചേർത്ത് സൂചിപ്പിക്കുന്ന നമ്പർ ഏതാണ്? 5 ആണ്. കണ്ടില്ലേ? വളരെ എളുപ്പമാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് റീഡ് പെർമിഷനെയും റൈറ്റ് പെർമിഷനെയും ഒരു സംഖ്യ കൊണ്ട് സൂചിപ്പിക്കാവുന്നതാണ്. അതെങ്ങനെയാണ്? രണ്ടിന്റെ സംഖ്യകൾ എടുക്കുക, 4ഉം 2ഉം, അത് തമ്മിൽ കൂട്ടുക. അപ്പോൾ എത്രയാണ്? 6 ആണ്. അപ്പോൾ റീഡ് പെർമിഷനെയും റൈറ്റ് പെർമിഷനെയും ചേർത്ത് സൂചിപ്പിക്കുന്ന നമ്പർ ഏതാണ്? 6 ആണ്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇനി ഈ 3 പെർമിഷനെയും കൂടി ചേർത്ത് സൂചിപ്പിക്കുന്ന ഒരു നമ്പർ ഏതായിരിക്കും? അത് 7 ആണ്. എങ്ങനെയായിരിക്കും അത് വന്നത്? 4 2ഉം 6 6 1ഉം 7. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണ്. നമ്പേഴ്സിനെ പറ്റി ഇത്രയൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് CH മോഡും നമ്പേഴ്സ് ഉപയോഗിച്ച് ഫയലുകളുടെ പെർമിഷനകത്ത് മാറ്റം വരുന്നതെന്നുള്ളത്. അപ്പം വളരെ എളുപ്പമാണ്. ആദ്യമേ നമുക്ക് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. സാധാരണ രീതിയിൽ ടെർമിനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഹോം ഡയറക്ടറി ആയിരിക്കും നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ഡയറക്ടറിക്കകത്ത് എന്തൊക്കെ ഫയൽസ് ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? LS എന്ന കമാൻഡ് ഉപയോഗിക്കാം. ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിലോ LS എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ടിട്ട് -L എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ഡയറക്ടറിക്കകത്തുള്ള ഫയൽസിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഓരോ ഫയലിൻ്റെയും പെർമിഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ആപ്പ് എന്ന് പറയുന്ന ഫയലിൽ അതിൻ്റെ പെർമിഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഓണർക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഗ്രൂപ്പിനാണെങ്കിൽ യാതൊരു പെർമിഷനും ഇല്ല, അതുകൊണ്ടാണ് ഇവിടെ -N എന്ന് കാണിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്കാണെങ്കിൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഇനി നമുക്ക് നോക്കാം ഈ പെർമിഷൻസ് എങ്ങനെയാണ് സംഖ്യകൾ ഉപയോഗിച്ച് മാറ്റം വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമേ CH മോഡെന്ന് ടൈപ്പ് ചെയ്യാം, എന്നിട്ട് സ്പേസ് ഇടുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഓണർക്ക് എന്തൊക്കെ പെർമിഷൻസ് ആണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അയാൾക്ക് ഇപ്പം ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള എക്സിക്യൂട്ട് പെർമിഷനാണ്. അപ്പം ആ ഒരു പെർമിഷനും കൺസിഡർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ നേരത്തെ ഇതിനുള്ള പെർമിഷൻസ് എന്താണോ അതും കൺസിഡർ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള പെർമിഷൻ ഏതാണ്? എക്സിക്യൂട്ട് പെർമിഷനാണ്. അപ്പോൾ എക്സിക്യൂട്ട് പെർമിഷനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണ്? 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒന്നിനെ കൊണ്ട് ഓൾറെഡി ഉള്ള പെർമിഷൻസിന് തമ്മിൽ കൂട്ടണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 6നെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണ്? 4. Wനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണ്? അതായത് റൈറ്റ് പെർമിഷനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണ്? 2. അപ്പോൾ 4 2 എത്രയാണ്? 6. ഇനി നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പെർമിഷൻ എക്സിക്യൂട്ട് പെർമിഷനാണ്. അപ്പോൾ എക്സിക്യൂട്ട് പെർമിഷനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണ്? 1. അപ്പോൾ 6 1ഉം എത്രയായി? 7ആയി. കണ്ടല്ലേ? ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. 7നകത്ത് നമ്മൾ 3 പെർമിഷൻ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ? ഓക്കെ, ഇനി ഗ്രൂപ്പിന് എന്തൊക്കെ പെർമിഷനാണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യണം. അവരെ സൂചിപ്പിക്കുന്ന നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഗ്രൂപ്പിന് നമുക്ക് വേണമെങ്കിൽ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടാം. എന്തൊക്കെയാണ്? റീഡ് ചെയ്യാനുള്ള പെർമിഷൻ സൂചിപ്പിക്കുന്ന സംഖ്യ 4. അപ്പം റൈറ്റ് ചെയ്യാനുള്ള പെർമിഷനെ സൂചിപ്പിക്കുന്ന സംഖ്യ 2. അപ്പോൾ 4 2 എത്രയാണ്? 6. മനസ്സിലായില്ലേ? ഇനി നമുക്ക് മറ്റുള്ളവർക്കുള്ള പെർമിഷൻസിനകത്ത് മാറ്റം വരുത്താം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മറ്റുള്ളവരുടെ പെർമിഷൻ എടുത്ത് കളയാൻ പോവാണ്. അപ്പോൾ അത് കളയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 0 എന്ന് ടൈപ്പ് ചെയ്യാം. അതായത് എല്ലാ പെർമിഷനും കളയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ 0 എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം ഫയൽ പാത്ത് ആണെങ്കിൽ ഫയൽ പാത്ത് ടൈപ്പ് ചെയ്യാം. ഫയൽ നെയിം ആണെങ്കിൽ, അതായത് ഇപ്പോഴത്തെ ഡയറക്ടറിക്കകത്താണ് ഫയൽ ഇരിക്കുന്നതെങ്കിൽ ആ ഫയൽ നെയിം അങ്ങോട്ട് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എൻ്റർ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ എളുപ്പമാണ്. ഇനി LS എന്ന് ടൈപ്പ് ചെയ്തിട്ട് -L എന്ന് ടൈപ്പ് ചെയ്തിട്ട് -L എന്ന് ടൈപ്പ് ചെയ്യാം. സ്പേസ് ഇട്ടിട്ട് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യാം. എൻ്റർ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ? ആപ്പിൻ്റെ പെർമിഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ? ഇപ്പോൾ ഓണർക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. കണ്ടില്ലേ? പിന്നെ ഗ്രൂപ്പിന് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. മറ്റുള്ളവർക്ക് ഇപ്പം യാതൊരു പെർമിഷനും ഇല്ല. കണ്ടില്ലേ? അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളതിൻ്റെയും
പെർമിഷൻസ് മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി ഉള്ള പെർമിഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്നുള്ളത്. അതായത് ഇപ്പം ഞാൻ നേരത്തെ നമ്മൾ ഇതിന് കണ്ടതാണ് എന്താണ് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കണ്ടില്ലേ. പക്ഷേ നിങ്ങളത് കൺസിഡർ ചെയ്യാതെ എക്സിക്യൂട്ടീവ് പെർമിഷൻ മാത്രം ടൈപ്പ് ചെയ്താൽ, അതിനെ സൂചിപ്പിക്കുന്ന സംഖ്യ മാത്രം ടൈപ്പ് ചെയ്താൽ എന്താണ് പറ്റുന്നതെന്ന് ഇപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എക്സിക്യൂട്ടീവ് പെർമിഷനെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണ്? 1. കണ്ടില്ലേ. ഇപ്പോൾ സാധാരണ ആളുകൾ പുതുതായിട്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങുന്നവർ ചിലപ്പോൾ കാണിക്കാവുന്ന ഒരു മണ്ടത്തരമാണ് 1 ടൈപ്പ് ചെയ്യും. അവർ കരുതും ഇത് എന്താണ് എക്സിക്യൂട്ടീവ് പെർമിഷൻ ആഡ് ചെയ്യുമെന്ന്. പക്ഷേ അങ്ങനെയല്ല നടക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരാം. 1 ടൈപ്പ് ചെയ്യാം. ശേഷം നമുക്ക് മറ്റുള്ളവർക്ക് 0 എന്ന് കൊടുക്കാം. ഇപ്പം നമുക്ക് അവർക്ക് യാതൊന്നും കൊടുക്കണ്ട. ഓക്കെ, സ്പേസ് ഇട്ടിട്ട് ഫയൽ നെയിം ടൈപ്പ് ചെയ്യാം, എന്നിട്ട് എൻ്റർ കൊടുക്കാം. ഇനി അതിൻ്റെ പെർമിഷൻസ് എടുത്ത് നോക്കുക എന്താണ് പറ്റുന്നതെന്ന്. ഇതാ ഇവിടെ നോക്കി, കണ്ടില്ലേ, ഓൾറെഡി ഉണ്ടായിരുന്ന റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ നഷ്ടപ്പെട്ടു, കണ്ടില്ലേ. പക്ഷേ എക്സിക്യൂട്ടീവ് പെർമിഷൻ ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ നേരത്തെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് പെർമിഷൻസ് മാറ്റുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ നമുക്ക് എന്താണ് മൈനസ് ഇത് ചെയ്യുമോ ഒന്നും ഇല്ല, മൈനസ് ഇത് ചെയ്യുമോ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ നേരത്തെ ഈക്വൽ സൈനെ പറ്റി പഠിച്ചില്ല, അതുപോലെ തന്നെയാണ് ഇതിനകത്ത് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഓൾറെഡി ഉള്ള പെർമിഷൻസിൻ്റെ ഒപ്പം തന്നെ വേണം നിങ്ങൾ എന്താണ് പുതിയതായിട്ട് ആഡ് ചെയ്യാനുള്ള പെർമിഷൻ കൂടി ചേർത്ത് കൂട്ടേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ ആയിരിക്കും സംഭവിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇപ്പോൾ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, കണ്ടില്ലേ. അപ്പോൾ എന്താണ് അപ്പം ഇനി തിരിച്ച് റീഡ് ചെയ്യാനും പെർമിഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതായത് എക്സിക്യൂട്ടീവ് പെർമിഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താണ് എക്സിക്യൂട്ടീവ് പെർമിഷൻ്റെ 1 എടുക്കുക, ശേഷം റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള പെർമിഷനെ സൂചിപ്പിക്കുന്ന സംഖ്യകൾ എടുക്കുക, 2ഉം 4ഉം, എന്നിട്ട് കൂട്ടുക. എത്രയാണ്? 7 ടൈപ്പ് ചെയ്യുക. ഇനി ഗ്രൂപ്പിന് എന്തൊക്കെ പെർമിഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതെടുക്കുക. ഇപ്പോൾ റീഡ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾ കൊടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും സംഖ്യകൾ വരുന്നത്? അതായത് ഒരു സംഖ്യയാണ് വരുന്നത്, ഇതിനെ തമ്മിൽ സൂചിപ്പിക്കുന്ന സംഖ്യ ഏതൊക്കെയാണ് അത് തമ്മിൽ കൂട്ടുക. 4നെ 1 കൊണ്ട് കൂട്ടുക, അപ്പോൾ എന്താണ്? 5. ഇതേപോലെ തന്നെ ഇനി എന്താണ് മറ്റുള്ളവർക്ക് എന്തൊക്കെ പെർമിഷനാണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിവിടെ ടൈപ്പ് ചെയ്യാം. അവർക്ക് നമുക്ക് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക ഈ പ്രാവശ്യം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ടൈപ്പ് ചെയ്യുന്നത്? 4ഉം 2ഉം 5 എന്താണ്? 6. മനസ്സിലായില്ലേ? ശേഷം സ്പേസ് ഇട്ടിട്ട് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ 4, 2, 5, 6 എന്ന് പറഞ്ഞത് അത് മനസ്സിലിങ്ങനെ കൂട്ടിയുണ്ടെങ്കിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ അങ്ങനെ 5 എന്നൊന്നും ടൈപ്പ് ചെയ്യല്. നമുക്ക് കാണാൻ പറ്റും 3 സംഖ്യകളാണ് ഇവിടെ വരുന്നത്, കണ്ടില്ലേ. ആ 3 സംഖ്യകൾ ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. 3 സംഖ്യയാണ് ഇവിടെ വരുന്നത്. അപ്പം ആപ്പ് ഒന്ന് ടൈപ്പ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് എന്താണ് -C എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ അത് സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റർ കൊടുക്കാം. നോക്കുക, നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഓൾറെഡി ഉള്ള പെർമിഷനിൽ നിന്നും മാറ്റിയത് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഈ പ്രാവശ്യം ഇവിടെ സംഖ്യകൾ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. നമ്മളിവിടെ കൊടുത്ത സംഖ്യയല്ലേ ഇവിടെ കാണിക്കുന്നത്, കണ്ടില്ലേ. വളരെ എളുപ്പമാണ്. ഇതിനു മുമ്പ് ഒരു 0 ഉണ്ടല്ലേ. അപ്പോൾ ഈ 0യ്ക്ക് വേറൊരു കാര്യമുണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോ സംസാരിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ 0 മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കില്ല എങ്ങനെയാണ് പെർമിഷൻസ് മാറ്റുന്നതെന്ന്. കണ്ടില്ലേ, ഇവിടെ പെർമിഷൻസ് മാറ്റിയത് ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഡയറക്ടറിക്കകത്തും ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ഇപ്പോൾ ഡയറക്ടറിക്കകത്ത് കണ്ടില്ലേ, ഓണർക്ക് മാത്രമേ ഉള്ളൂ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ, മറ്റുള്ളവർക്ക് പെർമിഷൻ ഇല്ല. അപ്പോൾ അവർക്കെല്ലാം എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. ടൈപ്പ് ചെയ്യുക, CH3 എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പം ഓണർക്ക് എന്താണ് വരുന്നത്? 7 വരുന്നത്. മറ്റുള്ളവർക്കും നമുക്ക് എന്താണ് 7 കൊടുക്കുക. അപ്പോൾ അവർക്കും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടും. മറ്റുള്ളവർക്കല്ല, ഗ്രൂപ്പിന് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ എന്താണ്? ഗ്രൂപ്പിനുള്ള പെർമിഷനാണ് അത് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഇനി 3ാമത്തെ സംഖ്യ എന്താണ്? മറ്റുള്ളവർക്കുള്ളതാണ്. അപ്പോൾ അവർക്ക് നമുക്ക് 7 കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ശരിയായില്ലേ. അപ്പം ആദ്യത്തെ സംഖ്യ ആർക്കുള്ള പെർമിഷനാണ്? ഓണർക്കുള്ളതാണ്. 2ാമത്തെ സംഖ്യ ഗ്രൂപ്പിനുള്ളതാണ്. 3ാമത്തെ സംഖ്യ എന്താണ്? മറ്റുള്ളവർക്കുള്ളതാണ്. ശേഷം സ്പേസ് ഇട്ടിട്ട് എന്താണ് ആ മാറ്റം വരുത്താൻ പോകുന്ന ഫയലിൻ്റെ പേരോ അല്ലെങ്കിൽ ഫയൽ പാത്ത് കൊടുക്കുക. ഇപ്പോൾ ഡെമോ എന്ന് പറയുന്ന ഡയറക്ടറിക്കാണ് നമ്മൾ മാറ്റം വരുത്താൻ പോകുന്നത്. അപ്പോൾ ഡെമോ എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് -C എന്നുകൂടി ടൈപ്പ് ചെയ്യാം. അപ്പം വരുത്തുന്ന മാറ്റം ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും. എൻ്റർ കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ എല്ലാവർക്കും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, കണ്ടില്ലേ. വളരെ എളുപ്പമാണ്. നമ്മളിവിടെ കാണിച്ച സംഖ്യ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന സംഖ്യയിൽ നിന്നും വ്യത്യസ്തമായത് കണ്ടില്ലേ, മാറ്റം വന്നില്ലേ. വളരെ എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് താഴോട്ട് ചെയ്യാവുന്നതാണ് ഓരോ ഡയറക്ടറിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡയറക്ടറിയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഡയറക്ടറിക്കും ഫയൽസിനെ എല്ലാം ബാധിക്കുന്ന രീതിയിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആരോ ഉപയോഗിച്ച് നേരത്തെ ടൈപ്പ് ചെയ്ത കമാൻഡ് നമുക്കൊന്നുകൂടി ഇവിടെ സ്ക്രീനിൽ കൊണ്ടുവരാം. ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സിയുടെ ഒപ്പം R അങ്ങോട്ട് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് എൻ്റർ കൊടുക്കാം. എൻ്റർ കൊടുക്കുമ്പോൾ എന്താണ് നടന്നതെന്ന് നോക്കുക.
അതിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഡയറക്ടറിയുടെ ഫയൽസിൻ്റെ എല്ലാം പെർമിഷൻസ് മാറ്റം വരുന്നത് കണ്ടില്ലേ. ഇപ്പോൾ എല്ലാവരും 777 എന്നുള്ളതാണ് കിടക്കുന്നത് കണ്ടില്ലേ. അതിൻ്റെ ഉള്ളിൽ എല്ലാം മാറ്റം വരുത്തി. ഇനി നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഈ C എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അത് സ്ക്രീനിൽ കാണിക്കാനെന്നാണ് ഈ C കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഓൾറെഡി നമ്മൾ ഈ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പെർമിഷൻസ് ആണ് ഓൾറെഡി ഒരു ഫയലിനുള്ളതെങ്കിൽ പ്രത്യേകിച്ച് അതിനകത്ത് യാതൊരു മാറ്റവും വരുത്തുന്നില്ല അല്ലേ. അപ്പം പിന്നെ അത് സ്ക്രീനിൽ കാണിക്കത്തില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇത് റൺ ചെയ്തിട്ട് എൻ്റർ കൊടുക്കാമെങ്കിൽ കാണാം സ്ക്രീനിലൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ എന്താ കാരണം, ഓൾറെഡി ആ ഫയലിൻ്റെ പെർമിഷൻ അത് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തുന്നില്ല. അതുകൊണ്ടാണ് സ്ക്രീനിൽ കാണിക്കാഞ്ഞത്. മനസ്സിലായില്ലേ? വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഇനി എനിക്ക് തോന്നുന്നു ഇത് അധികം ഇനി കൂടുതൽ എക്സാമ്പിൾ വെച്ച് സംസാരിക്കേണ്ട കാര്യം വരുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, എനിക്ക് അത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ പറയുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.